കല്യാണം കഴിച്ച് വൈറലായ ഒരു ടീമിനെയാണ്. കല്യാണം കഴിച്ച് വൈറലായ ടീമോ? ഓക്കെ, എനിക്ക് മനസ്സിലായി. കല്യാണം കഴിച്ച് വൈറലായെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു വരെ. അതെ, പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ കുറേ ന്യൂസ് വന്നെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ആ റൊമാൻസും ആ ഒരു സ്നേഹവും ആ ഒരു വൈബും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ വെൽക്കം ചെയ്യാൻ. ഇഷ്ടമല്ലേ സോഷ്യൽ മീഡിയയിലല്ല അവരുടെ റൊമാൻസ് കൺട്രോൾ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ആ റൊമാൻസ് ഇവിടെ കണ്ടാലോ? കണ്ടേ ആരൊക്കെ വരുന്നത്? ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ക്രിസ് വേണുഗോപാൽ വർഷങ്ങൾക്ക് മുൻപ് കോപ്പി റൈറ്ററായാണ് കരിയർ തുടങ്ങുന്നത്. ക്യാമ്പസുകളിൽ ശബ്ദം കൊണ്ടും സംഭാഷണ ചാരുത കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ക്രിസ് അവരുടെ പ്രിയപ്പെട്ട അവതാരകനും മോഡലുമായി. പിന്നീട് ടെലിവിഷൻ അവതാരകനായി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് ദുബായ് മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ ജോക്കിയായി വർഷങ്ങളോളം ജോലി ചെയ്തു. ഇതിനിടയിൽ എഴുത്തും വായനയും യാത്രകളുമൊക്കെ ക്രിസിന്റെ ജീവിതത്തിന്റെ ഭാഗമായി. 100ഓളം പുസ്തകങ്ങളുടെ രചയിതാവായി. ഒരു കല്യാണം കഴിച്ചു. അത് കേരളത്തിൽ തന്നെ വലിയ വാർത്തയായി. വിവാഹത്തിലൂടെ വിവാദത്തിലെത്തിയ ക്രിസും ദിവ്യയും. അതെ, ഇവർ ഒരുമിച്ചാണ് കിച്ചൺ മാജിക്കിന്റെ വേദിയിലും എത്തുന്നത്. 19 വയസ്സിൽ ചലച്ചിത്ര അഭിനയത്തിലൂടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച ദിവ്യ പിന്നീട് നിരവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചു. ഖൽബാണ് ഫാത്തിമ എന്ന ഹിറ്റ് ആൽബത്തിലൂടെ ദിവ്യയെ അറിയാത്തവർ ഉണ്ടാവില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഈ പ്രിയപ്പെട്ട ദമ്പതികളെ സ്നേഹത്തോടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നീനവേനലിൽ രാജകോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും